സോളിഡ്സിൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ സ്പിയർ ഓഫ് ഡയ 60 m and resting on a top of a rectangular box. Top of a rectangular box of 100 into 90 into 30. Okay. Draw isometric view. Isometric projection ആയ സ്കെയിൽ വരയ്ക്കണം, അത്രേ ഉള്ളൂ. ഐസോമെട്രിക് വ്യൂ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം എന്താണ് അതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ മോൾ. ഇതാണ് റെക്ടാങ്കുലർ ബോക്സ്. 100 into 90 into 30 mm ഉള്ള ഒരു റെക്ടാങ്കുലർ ബോക്സ് അല്ലെ. ഇതിന്റെ മുകളിൽ ഒരു സ്പിയർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ഡോട്ടഡ്, ഇത് ഡോട്ടഡ്, ഇത് ഡോട്ടഡ്. അപ്പൊ ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടാനുള്ളത്. അപ്പൊ റഫായിട്ട് ഒന്ന് വരച്ച് നോക്കുക എക്സാമിന് വരുമ്പോൾ. അപ്പൊ ആദ്യം നമ്മൾ ഇത് എക്സ് ആക്സിസ് വരയ്ക്കുക. ഇതിൽ നമ്മൾ 100 into 90 into 30 mm. ഓക്കെ, ഇതിന്റെ മുകളിലോട്ട് ഇവിടെ 30, എക്സ് ആക്സിസ് തൊട്ട് ഇതുവരെ 30 mm. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുക. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. ഡയമീറ്റർ 60 mm ഉള്ള. എന്നിട്ട് നേരെ ഇവിടെ വരെ കൊണ്ടുവരിക. ഇവിടെ വെച്ചിട്ട് ഡയമീറ്റർ 60 ഉള്ള ഇവിടെ കോമ്പസ് വെച്ചിട്ട് ഇത്ര 60 റേഡിയസ് വെച്ച് വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ കോമ്പിനേഷൻ വരയ്ക്കാൻ പോകണം. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരത്തി ഏറ്റവും താഴെ വരയ്ക്കാവേ. അപ്പം ഇവിടെ നിന്ന് 30 ഡിഗ്രി ഓൺ ബോത്ത് സൈഡ്സ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 100 എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര എടുക്കണം, 90 എടുക്കണം. എന്നിട്ട് കോമ്പസ് എടുക്കുക. ഈ 100 എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യും. 90 എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്നിട്ട് ഇവിടെ എത്ര കിട്ടും, 100 കിട്ടും അല്ലേ. ഇവിടെ എത്രയാണ്, 90 കിട്ടും. ഇനി എന്ത് ചെയ്യുക, അതിന്റെ ടോപ്പിൽ എത്രയാണ് ഹൈറ്റ്, 30 30 30 30 30 എടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതിന്റെ മുകളിൽ ഒരു സ്പിയർ വരയ്ക്കും അല്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സെന്ററിൽ നിന്ന് മുകളിലോട്ട് 6 എടുക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു സർക്കിള് സ്പിയർ വരയ്ക്കുക. അപ്പൊ ഇതിൽ ഡോട്ടഡ് ആയതൊക്കെയാണ് ഇത് 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 ഇവിടെ വെച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ 1.22 ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഒരു നോട്ടായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സ്പിയറിന്റെ കേസിൽ ഐസോമെട്രിക് വ്യൂ ആണെങ്കിൽ റേഡിയസ് കഴിയുമ്പോൾ 1.22 R എടുത്ത് വരയ്ക്കുക. അതായത് ഐസോമെട്രിക് പ്രൊജക്ഷൻ എടുക്കുമ്പോൾ നോക്കുമ്പോൾ R എടുത്ത് വരച്ചാൽ റേഡിയസ് എടുത്ത് വരച്ചാൽ ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എന്തിനാണ്